ഞാൻ ശ്രീ എൻ ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ വിസ്മയമായി എന്ന് പറയുന്നു. പക്ഷേ ആ, മുൻ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം പറയുന്നില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിലൊരു വൈകുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ജി സുധാകരൻ CPM-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആലപ്പുഴയിലെ മാത്രം നേതാവല്ല. VS കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള CPM ചരിത്രത്തോട് ചേർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ CPM ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ അത് കോൺഗ്രസിന് നേട്ടമാകും എന്നാണോ അങ്ങ് കരുതുന്നത്? നോക്കൂ ശ്രീമതി സ്മൃതി, ഇത് കോൺഗ്രസിന് നേട്ടമാണോ അല്ലെങ്കിൽ CPM-ന് കോട്ടമാണോ എന്നുള്ളതല്ല ഞാൻ കാണുന്നത്. കാരണം ശ്രീ ജി സുധാകരൻ ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തില് അദ്ദേഹം കേരളത്തിലെ CPM-ന്റെ ജീർണതയെക്കുറിച്ചാണ് പൊതുവെ സംസാരിച്ചത്. അത് സ്റ്റേറ്റ് കമ്മിറ്റിയെ മാറ്റി നിർത്തി, കേന്ദ്ര കമ്മിറ്റിയെ മാറ്റി നിർത്തി, ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ കുറിച്ചല്ല പറഞ്ഞത്. രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയേണ്ടത്. ആഡംബര ജീവിതം പാടില്ല, ഗാന്ധിജിയെ പോലെ ലളിതമായി ജീവിക്കണം, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കരുത്. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാം കൃത്യമായി മനസ്സിലാവില്ലേ? അത് മാത്രമല്ല, രണ്ട് ഭാഗമായിട്ട് ഞാൻ തിരിക്കുകയാണ് ജി സുധാകരനെ. ഒന്ന്, അദ്ദേഹത്തിന്റെ CPM-ന്റെ അംഗത്വം പുതുക്കാതെയുള്ള പുറത്തേക്ക് പോകല്. രണ്ട്, അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ തോൽപ്പിക്കാനുള്ള തീരുമാനം. മാർക്സിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. നിയമസഭയിൽ ഞാൻ വരും, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ എനിക്ക് MLA ആകണം എന്ന് ശ്രീ സുധാകരൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം അരിവാൾ ചുറ്റിയ നക്ഷത്രവുമായിട്ടുള്ള സൗഹൃദ മത്സരമല്ല. അവിടെ UDF അദ്ദേഹത്തെ പിന്താങ്ങുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജി സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഒരു സ്വതന്ത്രനാണ്. അദ്ദേഹം പറഞ്ഞതാണ്, 60 വർഷമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച് 18-ാമത്തെ വയസ്സിലെ പാർട്ടി മെമ്പറായ അദ്ദേഹം ചില ചരിത്ര വസ്തുതകൾ പാർട്ടി ഇതുവരെ പഠിപ്പിച്ചത് കൂടി തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭുവനേന്ദ്രന്റെ രക്തസാക്ഷിത്വമാണ്. ശ്രീ ഭുവനേന്ദ്രൻ കൊല്ലത്തെ പന്തളത്ത് കൊല ചെയ്യപ്പെടുമ്പോൾ ഈ CPM വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് KSUക്കാർ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്ന് ശ്രീ സുധാകരൻ പറഞ്ഞത് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു മുന്നിൽ എന്ന് വെച്ചാൽ അക്കാലത്ത് 1978 ആരംഭത്തിൽ തുടങ്ങി ഏതാണ്ട് 3-4 വർഷമായിരുന്നു ആ NDP രൂപീകരിച്ചപ്പോഴുള്ള അവരുടെ വിദ്യാർത്ഥി സംഘടന DSU. ആ DSU ആയിരുന്നു മുമ്പിൽ, പിന്നിൽ KSU ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റ അദ്ദേഹം ക്ലാസ്സിൽ പോയിരുന്ന് കരഞ്ഞു. അവിടെ ചെന്നപ്പോൾ കൂടെയുള്ളവരെല്ലാവരും ഓടിപ്പോയി. പിന്നീട് മറ്റുള്ളവർ വന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു. അതിനുശേഷം അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് അത് കുടുംബമാണ്, എന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബമാണ്, ആ കേസ് നടത്തിയത് കുടുംബമാണ്. അയിനിപ്ലാവ് എന്ന് വെച്ചാൽ തെക്കൻ ജില്ലകൾ ആഞ്ഞിലി മരം എന്ന് പറയും. ആഞ്ഞിലി വിറ്റ കാശുണ്ടാക്കി, ആഞ്ഞിലിക്ക് നല്ല വില കിട്ടുന്ന തടിയാണ്, അത് വിറ്റിട്ടാണ് ഞാൻ ആ കേസ് നടത്തിയത്. ഇന്ന് പറയുന്ന ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. അത് മാത്രമല്ല, TK രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയെ ആയിരിക്കുന്ന സമയത്ത് അപ്പീൽ കൊടുത്തില്ല. എന്നിട്ട് ഇപ്പൊ രക്തസാക്ഷിത്വം പറഞ്ഞു വരുന്നോ എന്നൊരു ചോദ്യം സുധാകരൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ആർക്കെതിരെയാ ശ്രീ ജയചന്ദ്രൻ? എന്താണ് നിങ്ങളുടെ പാർട്ടിയുടെ വക്താവെന്ന് വരാതിരുന്ന എന്താ? സുധാകരൻ എണ്ണി അക്കമിട്ട് പറഞ്ഞു 1.5 മണിക്കൂറാണ് പറഞ്ഞത്. അത് സ്റ്റഡി ക്ലാസ് ആയിരുന്നു. ആർക്കുള്ള സ്റ്റഡി ക്ലാസ്? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള, അതുപോലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കുള്ള സ്റ്റഡി ക്ലാസ് ആണ്. ഇന്ന് ആ സുധാകരന്റെ പത്രസമ്മേളനം കേട്ട 100 കണക്കിന് CPM സുഹൃത്തുക്കൾ ഇതുവരെ UDF-ന് എതിരായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരിന്ന് സുധാകരന്റെ പത്രസമ്മേളനത്തിലൂടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്താണ്? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഞാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും വായിക്കുമെന്ന് പറഞ്ഞ ജി സുധാകരന്റെ കമ്മ്യൂണിസമാണ്. എന്റെ കുടുംബത്തിൽ 2000 പേരുണ്ട്, 2000 കുടുംബങ്ങളുണ്ട്. ഒരാൾക്ക് പോലും ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് അഭിമാനത്തോടെ പറയുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. ആ കമ്മ്യൂണിസ്റ്റിനെയാണ് കോൺഗ്രസ് കാണുന്നത്. നാളെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നമുക്കറിയില്ല. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു നിലപാടെടുക്കാൻ പറ്റിയോ? പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, പാർട്ടിയുടെ ജില്ലയല്ലേ ആലപ്പുഴ. ആലപ്പുഴയിലും കണ്ണൂരിലുമല്ല ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പാലക്കാടല്ലേ പ്രശ്നം. കണ്ണൂരിലും ആലപ്പുഴയിലും എന്തുകൊണ്ടാണ് CPM-ൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്? എന്താണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതെന്ന്? എന്താണ് പാർട്ടി സെക്രട്ടറി എന്ന് പ്രതികരിക്കാതിരുന്നത്? സാധാരണഗതിയിൽ സുധാകരനെ പാർട്ടിയിൽ നിലനിർത്തണമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പോയി കാണാമായിരുന്നല്ലോ, പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹത്തെ പോയി കാണാമായിരുന്നല്ലോ. പകരം ചെന്നതാരാ? ആലപ്പുഴ ജില്ലയിലെ നേതാക്കള്. ശ്രീമതി CS സുജാത പോയി. അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്ന് പറഞ്ഞ അദ്ദേഹം സുജാതന്റെ ബന്ധുവാണെന്ന് പലവട്ടം എടുത്തു പറഞ്ഞു. അപ്പൊ പാർട്ടി അവഗണിച്ചു. പാർട്ടി അവഗണിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, ഇല്ലേ? തരം താഴ്ത്തിയത് എന്തിന് തരം താഴ്ത്തിയെന്നൊരു ചോദ്യം ഉയർന്നു. ഇതുവരെ പാർട്ടി പറഞ്ഞിട്ടില്ല. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചായ കൊടുത്തു സുധാകരന്. അച്ചടക്ക നടപടി എടുത്ത ഒരാൾക്ക് എന്തിനാ ചായ കൊടുക്കുന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർ.
അന്ന് ചായ കൊടുത്ത് പറഞ്ഞയച്ച എന്തിനാണ്? പണ്ട് BJP അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടിന് ഒരു കാര്യം ചെയ്തു. മാർഗനിർദ്ദേശക മണ്ഡൽ എന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അദ്വാനിയെയും മുരളീ മനോഹർ ജോഷിയെയും അവിടെ ഇരുത്തി. അതുപോലെ സുധാകരൻ പാർട്ടിയിൽ ഉണ്ടാകണം, പാർട്ടിയിൽ സുധാകരൻ ഉണ്ടാകണം. പക്ഷേ പാർട്ടിയുടെ അകത്തോ പാർട്ടിയുടെ സമീപത്തോ പാർട്ടിയുടെ നേതൃതലത്തിലോ പാർട്ടിയുടെ പാർലമെന്ററി തലത്തിലോ സുധാകരൻ പാടില്ല. പക്ഷേ പാർട്ടിയിൽ ഉണ്ടാകണം. പോയി പണി നോക്കാൻ പറഞ്ഞു സുധാകരൻ. എന്റെ അണിതൻ രക്തസാക്ഷിയാണെങ്കിൽ, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി നിൽക്കുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ശരി, അദ്ദേഹം പറഞ്ഞു പിണറായി മുഖ്യമന്ത്രി ആവണം എന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായി മുഖ്യമന്ത്രി ആവണം എന്ന് വെച്ചാൽ പിണറായിക്ക് മുഖ്യമന്ത്രി വേണേ ആകാം, സതീഷ് ചെറിയാൻ മുഖ്യമന്ത്രി വേണേ ആകാം. പക്ഷേ LDF CPM ജയിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥമല്ലേ സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്നുള്ളത്? അല്ലെ പാർട്ടി സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പിണറായി മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നത് സുധാകരൻ അങ്ങനെ പറഞ്ഞു എന്നൊന്നും ആക്കി എടുക്കണ്ട. പിണറായിക്ക് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ തെറ്റുള്ളത്? പക്ഷെ ഇവിടെ ശ്രീ സുധാകരൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീമതി സ്മൃതി ഇന്ന് അക്കമിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തുപോയ ഒരാളാണ്. MV രാഘവനെ പോലെയോ JSSന്റെ ശ്രീമതി ഗൗരിയമ്മയെ പോലെയോ ആശയപരമായ ഒരു മാറ്റം പാർട്ടിയിൽ ആഗ്രഹിച്ച് പുറത്തുപോയവരല്ല. പാർട്ടി അംഗത്വം പുതുക്കാതെ തലേന്ന് രാത്രി വരെ പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടു. എന്തിനാ പോയി കണ്ടത്? ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട ആളെ എന്തിനാ പോയി കണ്ടത്? എന്ത് അച്ചടക്ക ഈ പാർട്ടിക്കുള്ളത്? എന്ത് അച്ചടക്കത്തിന്റെ പേരിലാണ് സുധാകരനെ മാറ്റിയത്? അച്ചടക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ ഒരാളെ പാർട്ടി നേതാക്കൾ നിത്യേന പോയി കാണുന്നോ? എങ്കിൽ അതല്ല അച്ചടക്ക ലംഘനം. ആ നേതാക്കൾ അച്ചടക്കം ലംഘിച്ചില്ലേ? ഒരുപക്ഷെ നാളെ പിണറായി വിജയൻ പറയും ഞാൻ പോയില്ല, ഞാൻ അച്ചടക്കം ലംഘിച്ചില്ല. MV ഗോവിന്ദ മാഷ് പറയും ഞാൻ പോയില്ല, ഞാൻ അച്ചടക്കം ലംഘിച്ചില്ല. അച്ചടക്കം ലംഘിച്ചത് ആരാ? ശ്രീമതി സുജാതയും കൂട്ടുമാണെന്നവർ പറയില്ലേ? ഇന്ന് തന്നെ അവർക്ക് നിലപാടെടുക്കാൻ പറ്റിയോ? മറ്റേ നമ്മളുടെ വാസവനോട് ചോദിച്ചു, വാസവൻ പറഞ്ഞു വരട്ടെ കാത്തിരിക്കാം. നാസറിനോട് ചോദിച്ചു, നാസർ പറഞ്ഞു ഇനി സമയമുണ്ടല്ലോ. സജി ചെറിയാനോട് ചോദിച്ചു, ഞാൻ ആ പ്രസ്താവന പത്രസമ്മേളനം കണ്ടില്ല, കാണാതെ ഞാൻ എങ്ങനെ പറയും? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 5-8 മിനിറ്റ് സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞു ചതിച്ചു, പച്ചക്ക് ചതിച്ചു സുധാകരൻ. എന്നിട്ട് അദ്ദേഹം മൈക്കിന്റെ മുമ്പിൽ നിന്ന് പോയി. അപ്പൊ പച്ചക്ക് ചതിച്ചു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ആ പത്രസമ്മേളനം കേട്ടില്ലേ? പിന്നെന്തിനാ കേട്ടില്ലെന്ന് പറഞ്ഞത്? ഒരാൾ പാർട്ടിയെ ചതിച്ചു എന്ന് പറയണമെങ്കിൽ അയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ടതല്ലേ? കേട്ടിട്ടല്ലേ പറഞ്ഞത്? അപ്പൊ അവിടെയും അവർ തെറ്റിദ്ധരിപ്പിച്ചു പാർട്ടി പ്രവർത്തകരെ. ഇവിടെ സുധാകരൻ പോയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞില്ല, അപ്പോഴേക്കും വർഗവഞ്ചകൻ, മാപ്പില്ല, വോട്ടില്ല. എന്താ വർഗവഞ്ചകൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഈ ഒട്ടിച്ചവർക്ക് അറിയോ? അവിടെ അമ്പലപ്പുഴയിലാണ് ഒട്ടിച്ചതെന്ന് തോന്നുന്നു, അതോ ആലപ്പുഴ, എനിക്കറിയില്ല. പക്ഷെ അവിടെ പാർട്ടി പ്രവർത്തകർ ഒട്ടിക്കാൻ വന്നില്ല, ഏരിയ സെക്രട്ടറി ഒട്ടിക്കാൻ വന്നതായിട്ടാണ് ചാനലുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ സുധാകരനെതിരെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ തൽക്കാലം പ്രവർത്തകൻ വരുന്നില്ല, തൽക്കാലം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വോട്ടർ വരുന്നില്ല, തൽക്കാലം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവി വരുന്നില്ല. അവിടെ ചർച്ചാ വിഷയമാവാണ്. എന്തിന് സുധാകരൻ പാർട്ടിയിൽ നിന്നും മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തു മാറി നിന്നു? എന്തിന് സ്വതന്ത്രനായി മത്സരിച്ചു? അസംബ്ലിയിൽ പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല? സുധാകരനെ എതിരെ അച്ചടക്ക നടപടി എടുത്ത അമ്പലപ്പുഴയിലെ തോൽവിയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ തോമസ് ഐസക്കിന്റെ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? രാജ്യസഭയിൽ നിന്നും ഇറങ്ങി വന്ന ഇളമരങ്കനെയും പിന്നെ ലോക്സഭയിലേക്കല്ലേ പോയത്? ശരി, ഇതൊക്കെയാണ് ഇന്ന് ജി സുധാകരൻ ചോദിച്ച ചില ചോദ്യങ്ങൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.